ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഒരു അടിപൊളി എല്ലങ്കപ്പേൻ്റെ റെസിപ്പിയും അതേമാതിരി ഒരു ചിക്കൻ കറി, ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കണേ. അപ്പോൾ ഇത് ഞാനും വാവയും കൂടി ഒരു മാസം നാട്ടിൽ പോയിരുന്നു. അപ്പോൾ അന്ന് ഈസ്റ്ററിൻ്റെ സമയത്ത് വീട്ടിലുണ്ടാക്കിയ ഡിഷസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് വീഡിയോ എടുത്തിട്ടൊന്ന് റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണാം കേട്ടോ. എന്നിട്ട് വീഡിയോ കണ്ട് എൻജോയ് ചെയ്യാം, ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോക്കിലേക്ക് പോവാം. വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ എല്ലും കപ്പയും അതേമാതിരി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറി അമ്മ ഈസ്റ്ററിന് പിടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിടിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ചിക്കൻ കറിയാണ്. അപ്പോൾ അതിലേക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വെച്ചു കറി ഞാൻ ഉണ്ടാക്കാം, അതുമാതിരി എല്ലും കപ്പ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലും അപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. അതേമാതിരി തന്നെ അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ചിക്കനിൽ സെയിം പോലെ ഞാൻ ആദ്യമേ മസാല ഇട്ട് വയ്ക്കും ചിക്കനിൽ. കുറച്ച് മസാല ഇട്ട് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അത് കുക്ക് ചെയ്യാൻ നേരത്ത് എടുക്കുകയോ ചെയ്യുക. അപ്പോൾ അതേപോലെ ചിക്കനിലും ഇപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് സൈഡിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ചിക്കനാണെങ്കിൽ ഒരു കാസ്റ്റ് അയണിൻ്റെ കടായി വെച്ച് എണ്ണ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ കാസ്റ്റ് അയണിൻ്റെ കടായി ഞാൻ ഇത്തവണ നാട്ടിൽ ചെന്നപ്പം മേടിച്ചതാണ് കേട്ടോ. ഇതും ഒരു 2-3 അവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം വേറൊരു വീഡിയോയിൽ. അപ്പോൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ അനിയത്തിമാർ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഇഞ്ചി, പിന്നെന്താ വെളുത്തുള്ളി, സവോള അതൊക്കെ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പോടെ ഇട്ട്, ഉപ്പിട്ടാൽ വേഗം വഴന്നു വരുമല്ലോ. സാധാരണ ചിക്കൻ കറി കേട്ടോ, പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല, നോർമൽ ചിക്കൻ കറി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല അതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചിലപ്പോൾ ഞാനൊക്കെ തക്കാളി ഇട്ടിട്ട് മസാല ഇടും, ചില സമയങ്ങളിൽ തക്കാളിക്ക് മുന്നേ ഇടും കേട്ടോ. ചിലപ്പോൾ എൻ്റെ പാത്രം എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, ചില പാത്രങ്ങൾ വേഗം അടുക്കി പിടിക്കണമെങ്കിൽ ഞാൻ തക്കാളി ഇട്ടിട്ടാണ് ഇടാറ്, ഇല്ലെങ്കിൽ ഞാൻ തക്കാളിക്ക് മുന്നേ തന്നെ ഇടും. അതൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് സവോളയുടെ പച്ചമണം മസാലയുടെ പച്ചമണം മാറണ വരെ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി പച്ചമുളകും പിന്നെ തക്കാളി ഇട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി നല്ലപോലെ വഴന്നു വരും കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. ഇപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ചിക്കനിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് കവർ ചെയ്ത് വെച്ച് വേവിക്കുമ്പോൾ തന്നെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും തനി. പിന്നെ ഇത് എല്ലും കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. എല്ലും കപ്പയ്ക്ക് ഞാൻ ചെറുതായിട്ടെന്നല്ല കുറച്ച് തേങ്ങ വറുത്തിട്ടിടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വറക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ കുറച്ച് തേങ്ങ വറക്കാൻ വേണ്ടി വെച്ചതാണ്. ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് അടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ല വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ തേങ്ങ അതേപോലെ വറുത്തത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ വേറൊരു ഇരുമ്പിൻ്റെ കടായി വെച്ച് എണ്ണ ഒഴിച്ച് ബാക്കി എല്ല് കപ്പയ്ക്കുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഒക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട്.
ഇതിപ്പോൾ ഞാൻ മസാലകളെല്ലാം എടുത്ത് വെച്ചിട്ടേക്കണം കേട്ടോ, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട്. അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഇത്രയാണുള്ളത്. അത് അത്യാവശ്യം മല്ലിപ്പൊടിയും മീറ്റ് മസാലയൊക്കെ ഒരു 2 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണോടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് ബീഫ് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പം എന്നാ വെച്ചാൽ ഞാൻ ബീഫ് കുക്കറിൽ വേവിച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, വെള്ളം കുറവായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ചൂടുവെള്ളവും കൂടി ഈ കൂട്ടത്തിൽ ഒഴിച്ചിട്ടാണ്. നമ്മൾ കപ്പ ഇടുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വെള്ളം വേണമല്ലോ. പിന്നെ ഈ കപ്പ എന്നാന്ന് വെച്ചാൽ കുറച്ചുകൂടെ വേവണമായിരുന്നു. ഇത് അമ്മ വേറെ കപ്പ അല്ലാതെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നാൽ അത് വെച്ച് ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് അത്ര വേവായിട്ടില്ല, എനിക്ക് വേണ്ടത്ര പാകമായിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ വേവണമായിരുന്നു, എന്നാലും ഇച്ചിരി കൂടെ ഒന്ന് ഉടഞ്ഞ് നല്ല കുഴഞ്ഞ് വരുവുള്ളൂ മിക്സ് ചെയ്യുമ്പോൾ. ഇത് പറഞ്ഞിട്ട് ആ കപ്പ നമ്മളിട്ട് ആ കപ്പയുടെ മുകളിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ തേങ്ങയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ആക്കാതെ തന്നെ ചെറിയ ഫ്ലെയിമിലൊന്ന് കവർ ചെയ്ത് വയ്ക്കും കുറച്ച് നേരത്തേക്ക്. വന്ന് ഒരു പൊടിക്ക് ഗരം മസാലയും കൂടി അതിൻ്റെ മേലെ തൂവി കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മിക്സ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ചിക്കനിൽ തേങ്ങ അരച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പം ചിക്കനിലേക്ക് കുറച്ച് തേങ്ങ അരച്ചിടുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും, അതേപോലെ ടേസ്റ്റും ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങയും കൂടി അരച്ച് ചിക്കനിലേക്ക് ഇട്ടാണ്. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ചിക്കൻ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് തിള വന്നതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്യാം നമുക്ക് ഫ്ലെയിം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാണ്. നോക്ക്, അടിപൊളി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ മൂടി വെച്ചില്ലായിരുന്നു ബീഫ് കപ്പ ഇട്ടിട്ട്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കപ്പ നല്ലപോലെ ഉടച്ചു കൊടുക്കണം. കപ്പ നല്ലപോലെ ഉടഞ്ഞ് വന്നാൽ നല്ല രസമാവുള്ളൂ. കടിക്കാനിരിക്കണ എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഈ നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കാറില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ തേങ്ങ വറുത്തിട്ടിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, തേങ്ങയുടെ ടേസ്റ്റും പിന്നെ ബീഫും കപ്പയും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. കുറച്ച് മല്ലിയില പൊതുവേ ഞാൻ എല്ലും കപ്പയ്ക്കൊന്നും ഇടാറില്ല, പക്ഷേ ഇതിപ്പോൾ ഞാൻ ചിക്കന് വേണ്ടിയിട്ട് അരിഞ്ഞതിലൊരു പൊടിക്ക് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ആ കൂട്ടത്തിൽ ഇട്ടത് മാത്രം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചു. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതാണ് രാവിലെ അമ്മ ഉണ്ടാക്കിയ പിടി, പിന്നെ നമ്മുടെ ബീഫ് അല്ല എല്ലും കപ്പ, പിന്നെ ചിക്കൻ ഓൾറെഡി കാണിച്ചല്ലോ. പിന്നെ ഇത് കുറച്ച് പച്ചമാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അനിയത്തിയാണെങ്കിൽ അത് വെച്ച് ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞ് പച്ചമാങ്ങ, കുറച്ച് നാരങ്ങ നീര്, കുറച്ച് ഇഞ്ചി, അങ്ങനെ അതൊക്കെയും കൂടി ഇട്ടിട്ട് ജ്യൂസ് അടിച്ചതാണ് കേട്ടോ. നല്ല ജ്യൂസായിരുന്നു, അടിപൊളിയാണ്. പച്ചമാങ്ങ വെച്ചിട്ട് നാരങ്ങയും ഇഞ്ചിയൊന്നും ഇല്ലെങ്കിൽ തന്നെ വെറുതെ പഞ്ചസാരയും പച്ചമാങ്ങയൊക്കെ വെച്ചിട്ട് വെള്ളമൊഴിച്ച് അടിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ.